ഹലോ സുഹൃത്ത്, നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 1, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി JD's കറണ്ട് അഫേഴ്സ്. ഇന്ന് മെയ് 1 മിക്കവാറും എല്ലാവർക്കും അവധിയാണ്. JD's കറണ്ട് അഫേഴ്സിൻ്റെ ചില ഹെഡിങ്സ് ആണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര മൾട്ടിപർപ്പസ് തുറമുഖം പ്രധാനമന്ത്രി സമർപ്പിക്കും. അതുപോലെ തന്നെ മിക്കവാറും പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്, ഒരു മെയിൻ വാർത്തയാണ്, സെൻസസിൽ ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. ഇപ്പോൾ ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ച കാര്യം ഇന്നത്തെ മെയിൻ പേജിലെ മെയിൻ ഹെഡിങ് ആണ് മിക്കവാറും പത്രങ്ങളിലെ. അതുപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് NSABയുടെ തലവനായി മുൻ റോ മേധാവിയെ നിയമിച്ച കാര്യം. NSAB നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് പഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണത്. നമുക്കിന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിങ് ആണ്, ദി പ്രൈം മിനിസ്റ്റർ വിൽ ഡെഡിക്കേറ്റ് ദി വിഴിഞ്ഞം ഇന്റർനാഷണൽ മൾട്ടിപർപ്പസ് സീപോർട്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര മൾട്ടിപർപ്പസ് തുറമുഖം പ്രധാനമന്ത്രി സമർപ്പിക്കും. മിക്കവാറും എല്ലാ പേജുകളിലും വന്നിട്ടുള്ള, ഇന്നത്തെ മിക്കവാറും എല്ലാ മലയാള പത്രത്തിൽ വന്നിട്ടുള്ള വാർത്തയാണ് വിഴിഞ്ഞം തുറമുഖം, അതുമായി ബന്ധപ്പെട്ട വാർത്ത. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വിഴിഞ്ഞം തുറമുഖം ഏത് തീയതിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്യുന്നത്? 2025 മെയ് 2, അതായത് നാളെ മെയ് 2 വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. ഇതിനു മുമ്പ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ടായി. കഴിഞ്ഞ വർഷമായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ആയിട്ട്. എന്നാൽ അത് ഔദ്യോഗികമായിട്ട് അത് രാജ്യത്തിന് സമർപ്പിക്കുന്ന തീയതിയും അത് മെയ് 2 2025 മെയ് 2 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നത്. വിഴിഞ്ഞത്ത് ഒരു തുറമുഖം നിർമ്മിക്കുന്നതിന് മന്ത്രിസഭ ഏത് തീയതിയിലാണ് അംഗീകാരം നൽകിയത്? 2015 ജൂൺ 10. അതായത് വിഴിഞ്ഞം തുറമുഖം ഇതിന് തുടക്കം എന്ന് പറയുമ്പോൾ 2015 2015 ജൂൺ 10 ക്യാബിനറ്റ് എടുത്ത തീരുമാനം. അതായത് വിഴിഞ്ഞത്ത് ഒരു തുറമുഖം വരണമെന്ന്. ഇന്നിപ്പോൾ 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഈ 10 വർഷത്തിനിടയിൽ വന്നിട്ടുള്ള കുറേ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ വന്ന സമരങ്ങൾ, അതുകൂടാതെ തന്നെ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ, പുതിയ അദാനി ഗ്രൂപ്പ് അതിനെ ടേക്ക് ഓവർ ചെയ്യുന്നതും, കൂടാതെ തന്നെ കഴിഞ്ഞ വർഷം ഇതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ടാവുകയും ഡിസംബറിൽ ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കുകയും എന്നിങ്ങനെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു തുറമുഖമാണ്. കൂടാതെ തന്നെ ഒരു ഇൻ്റർനാഷണൽ റൂട്ടിൻ്റെ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള ഒരു തുറമുഖമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം ഇത് വളരെ ആഴത്തിലുള്ള തുറമുഖമാണ്. വിഴിഞ്ഞം തുറമുഖം മിക്കവാറും എല്ലാ തരത്തിലുള്ള, അതായത് ഏറ്റവും വലിയ ചരക്ക് കപ്പൽ വരെയും അടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വളരെ ആഴത്തിലുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. 2025 ഏപ്രിൽ 30 വരെ വിഴിഞ്ഞം തുറമുഖത്ത് എത്ര കപ്പലുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്? 227 കപ്പലുകൾ കൈകാര്യം ചെയ്യുകയും 6 ലക്ഷം TEUകൾ പ്രോസസ്സ് ചെയ്യുകയും ചെയ്തു. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കനുസരിച്ച് വിഴിഞ്ഞം തുറമുഖത്ത് 277 കപ്പലുകൾ ആണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ 6 ലക്ഷം TEU എന്ന് പറഞ്ഞാൽ, ഒരു TEU എന്ന് പറഞ്ഞാൽ കണ്ടെയ്നേഴ്സ്, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കാണാറുണ്ടല്ലേ റോഡുകളിൽ പോകുന്ന കണ്ടെയ്നർ. അങ്ങനത്തെ 6 ലക്ഷം TEU 20 ഫുട്ട് ഇക്വലൻ്റ് യൂണിറ്റ് എന്ന് പറയുന്ന, അതായത് 20 ഫുട്ട് ഇക്വലൻ്റ് യൂണിറ്റ് എന്നാൽ TEU. ഇത്തരത്തിലുള്ള 6 ലക്ഷം കണ്ടെയ്നേഴ്സ് ആണ് ഇതുവരെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ്, ഗവൺമെന്റ് ഡിസൈഡ് ടു ഇൻക്ലൂഡ് കാസ്റ്റ് ഇനിമറേഷൻ ഇൻ ദി ഫോർത്ത് കമ്മിങ് സെൻസസ് എക്സസൈസ്. വരാനിരിക്കുന്ന സെൻസസിൽ ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്താൻ സർക്കാർ തീരുമാനിച്ചു. ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അടുത്ത ജനസംഖ്യാ സെൻസസിൽ ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച തീയതി ഏത്? 2025 ഏപ്രിൽ 30. അതായത് ഇന്നലെയായിരുന്നു കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനം. വരാൻ പോകുന്ന സെൻസസിൽ ജാതി കണക്കെടുപ്പ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ്. അതായത് ഇന്ത്യ ഒട്ടാകെയുള്ള ജാതി അതിൻ്റെ കണക്കെടുപ്പ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ച തീയതിയാണ് ഏപ്രിൽ 30. 2021 നടക്കേണ്ട സെൻസസ് ആണ് മാറ്റിവെച്ചിട്ടുള്ളത്. കാരണം കോവിഡ് എന്നിവ മൂലം സെൻസസ് മാറ്റിവെച്ചിരുന്നു. ഇപ്പോൾ എടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനമാണ്, ഏപ്രിൽ 30 എടുത്ത തീരുമാനമാണ്. ജാതി ഉൾപ്പെടെയുള്ള ഒരു സെൻസസ് ആണ് വരാൻ പോകുന്നത്. അടുത്ത ജനസംഖ്യാ സെൻസസിൽ ജാതി കണക്കെടുപ്പ് ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ഏത് യോഗത്തിലാണ് തീരുമാനിച്ചത്? രാഷ്ട്രീയ കാര്യ മന്ത്രിസഭാ സമിതി, ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് CCPA അനുസരിച്ചുള്ള ആ ഒരു മീറ്റിംഗിലാണ് ഇന്നലെ ഏപ്രിൽ 30
വരാൻ പോകുന്ന സെൻസസിൽ ജാതി ഉൾപ്പെടെയുള്ള സെൻസസ് നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ മുഴുവൻ ജനസംഖ്യ ജാതി അനുസരിച്ച് കണക്കാക്കിയത് ഏത് വർഷമാണ്? 1931. 1931 അതായത് ഇൻഡിപെൻഡൻസ് മുമ്പാണ് ഇന്ത്യയിൽ ഒരു ജാതി ബേസ് ആയിട്ടുള്ള സെൻസസ് നടന്നിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ഇപ്പോഴാണ് ഒരു തീരുമാനം വന്നിട്ടുള്ളത്, അതായത് ഇന്ത്യ ഒട്ടാകെ ഒരു ജാതി സെൻസസ് എടുക്കുന്ന ഒരു തീരുമാനം. 1931 സെൻസസിൽ ആകെ എത്ര ജാതികൾ എണ്ണപ്പെട്ടു? 4147 ജാതികൾ. 1931 കണക്കനുസരിച്ചാണ് 4147 കാസ്റ്റ് ആയിരുന്നു ഇന്ത്യയിൽ ഉള്ളത്. 2011 സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് പ്രകാരം ഇന്ത്യയിൽ എത്ര ജാതികളുണ്ട്? 46.7 ലക്ഷം ജാതികളും ഉപജാതികളും. അതായത് നോർമൽ ആയിട്ട് നടക്കേണ്ട സെൻസസിന് പകരമായിട്ട് നടന്നിട്ടുള്ള മറ്റൊരു സെൻസസ് ആയിരുന്നു 2011 സോഷ്യോ എക്കണോമിക്സ് കാസ്റ്റ് സെൻസസ് SECC. ഇത് പ്രകാരം ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 46.7 ലക്ഷം ജാതികളും ഉപജാതികളും ഉണ്ടെന്നാണ് കണക്കാക്കുന്നത്. 46,73,034 ജാതി ഉപജാതികളാണ് സെൻസസ് പ്രകാരം ഉള്ളത്. 1931 കേവലം 4147 ജാതികൾ ആയിരുന്നു. എന്നാൽ ഇത് 2011 ആയപ്പോഴേക്കും 46.7 ലക്ഷമായിട്ട് മാറി. കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം എത്ര OBC, ST, SC വിഭാഗങ്ങൾ പട്ടികയിലുണ്ട്? 2650 OBC, 1170 SC, 890 ST ആണ് കേന്ദ്രത്തിൻ്റെ കണക്കനുസരിച്ച്. 2650 OBC, 1170 SC ആൻഡ് 890 ഷെഡ്യൂൾഡ് ട്രൈബ്സ്. എന്നാൽ ഓരോ സംസ്ഥാനത്തിനും കണക്കുകൾ വ്യത്യസ്തമാണ്. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് പ്രൈം മിനിസ്റ്റർ മോദി ടു ഇനോഗ്രേറ്റ് വേസ് 2025 ഇൻ മുംബൈ. വേസ് 2025 മുംബൈയിൽ പ്രധാനമന്ത്രി മോദി ഉദ്ഘാടനം ചെയ്യും. വേവ്സ് എന്നാൽ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് 2025 ഇത് ആരംഭിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 മെയ് 1 ആദ്യത്തെ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് ആരാണ് ഉദ്ഘാടനം ചെയ്യുക? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ന് മെയ് 1 വേവ്സ് അതായത് വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് ഇത് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്ത്യയാണ് വേസ് 2025 പ്ലാറ്റ്ഫോം. 2025 മെയ് 1 ആദ്യത്തെ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? ഇന്ന് മെയ് 1 ഇന്ന് മുംബൈയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ്. വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് ഏത് മന്ത്രാലയമാണ് സംഘടിപ്പിച്ചത്? ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയമാണ് വേസ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇതിൻ്റെ മന്ത്രിയാണ് ശ്രീ അശ്വനി വൈഷ്ണവ്. ഡോക്ടർ എൽ മുരുകൻ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ്, കൂടാതെ സെക്രട്ടറി ആണ് ശ്രീ സഞ്ജയ് ജാജു. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യ ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം GHCI. ഇന്ത്യയുടെ ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം മിനിസ്ട്രി ഓഫ് റിന്യൂവബിൾ എനർജിയുടെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ് ഇന്ത്യസ് ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം. നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് മന്ത്രാലയമാണ് ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ ആരംഭിച്ചത്? നവ പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീമിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? MSMEകളെ ശാക്തീകരിക്കുക, ഹരിത ഹൈഡ്രജൻ സമ്പദ് വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുക. എംപവർ MSME. MSME എന്നാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഇത് ആരംഭിച്ചിട്ടുള്ളത്. കേന്ദ്ര നവ പുനരുപയോഗ ഊർജ്ജ മന്ത്രി ആരാണ്? പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷി. പ്രഹ്ലാദ് വെങ്കടേഷ് ജോഷിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ സർട്ടിഫിക്കേഷൻ സ്കീം ഓഫ് ഇന്ത്യ ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ് ദേശീയ ഹരിത ഹൈഡ്രജൻ ദൗത്യം ആരംഭിച്ച തീയതി ഏത്? 2023 ജനുവരി 4. അതായത് 2 വർഷം മുമ്പ് ഇന്ത്യ ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. പ്രധാന ലക്ഷ്യം എന്ന് പറയുമ്പോൾ റിന്യൂവബിൾ എനർജിയെ പ്രോത്സാഹിപ്പിക്കുക,
2070 ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും കാർബൺ എമിഷൻ നിർത്തലാക്കുക എന്ന ലക്ഷ്യമാണ് പ്രധാനമായിട്ടും പറയുമ്പോൾ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ ലക്ഷ്യം എന്ന് പറയാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്, ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിൽ ഒഫീഷ്യലി ലോഞ്ച് ദി പ്രവാഹ് പോർട്ടൽ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവാഹ് പോർട്ടൽ ഔദ്യോഗികമായി ആരംഭിക്കും. ഇതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. RBIയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് സംഘടനയാണ് പ്രവാഹ് പോർട്ടൽ ആരംഭിച്ചത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, RBI. RBIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രവാഹ് എന്ന് പറയുന്ന പോർട്ടൽ. ഇതിപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് RBI. എല്ലാ ബാങ്കുകളും ധനകാര്യ കമ്പനികളും മറ്റ് നിയന്ത്രിത സ്ഥാപനങ്ങളും പ്രവാഹ് പോർട്ടൽ ഉപയോഗിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ച തീയതി ഏത്? 2025 മെയ് 1. ഇന്ന് മെയ് 1 തീയതിയാണ്. ഇന്ന് മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കുകളും ഫിനാൻഷ്യൽ കമ്പനീസ് അതുപോലെ തന്നെ മറ്റ് നിയന്ത്രിത സ്ഥാപനങ്ങൾക്കും പ്രവാഹ് പോർട്ടൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. പ്രവാഹ് പോർട്ടലിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? അംഗീകാരങ്ങൾ, ലൈസൻസുകൾ എന്നിവയ്ക്കുള്ള അപേക്ഷകൾ സമർപ്പിക്കുക. എല്ലാ ആപ്ലിക്കേഷൻസും ഓതറൈസേഷൻ, ലൈസൻസ്, ബാങ്കുകളുടെ അതുപോലെ തന്നെ അവരുടെ അപ്രൂവൽ, ബാങ്കുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ വർക്കുകളും ഇത് പ്രവാഹ് പോർട്ടൽ വഴി ആയിരിക്കണം എന്നതാണ് RBIയുടെ പുതിയ ഇൻസ്ട്രക്ഷൻ. ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ്, എക്സ് റോ ചീഫ് അപ്പോയിന്റഡ് ഹെഡ് ഓഫ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് NSAB. പുനഃസംഘടിപ്പിച്ച NSABയുടെ തലവനായി മുൻ റോ മേധാവിയെ നിയമിച്ചു. റോ എന്നാൽ എന്താണ്? റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്. റോയുടെ മുൻ മേധാവിയെ NSABയുടെ ഹെഡ് ആയിട്ട് നിയമിച്ചു. NSAB എന്നാൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. പുനഃസംഘടിപ്പിച്ച ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡിന്റെ തലവനായി ആരെയാണ് നിയമിച്ചത്? അലോക് ജോഷി. മുൻ IPS ഓഫീസറും അതുപോലെ തന്നെ റോ എന്ന ഏജൻസിയുടെയും മേധാവിയായിരുന്ന അലോക് ജോഷിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിന്റെ തലവനായിട്ട് നിയമിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 22 നടന്നിട്ടുള്ള പഹൽഗാം അറ്റാക്ക് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിനെ പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതനുസരിച്ച് IPS ഓഫീസർ ആയിട്ടുള്ള അലോക് ജോഷി ആയിരിക്കുള്ളൂ ഈ ഒരു NSABയുടെ ഹെഡ്. ഏത് വർഷത്തിലാണ് ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് രൂപീകരിച്ചത്? 1998. 1998 നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. നമ്മളിന്ന് 21 കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ